സൂര്യകുമാരുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കൊച്ചി ബിസിനസ് സ്കൂളിലാണ്, KBS. അതെ, ഇവിടെ കുട്ടികൾ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഏതെല്ലാം അങ്ങോട്ട് പോകാം. കം ഓൺ. മഴത്തുള്ളിക്കിലുക്കം ഭയങ്കര രസമുള്ള കോമഡിയുള്ളൊരു ചിത്രമായിരുന്നു. അതിൽ ദിലീപും നവ്യ നായരും പാവത്തോട്ടത്തിൽ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ ഹനീഫൊക്കെ വന്നിട്ട് പറയുന്ന ഒരു രസകരമായ സീക്വൻസാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അവരെങ്ങനെ ചെയ്യുമെന്ന്. പേരെന്താണ്? ആദിത്യൻ. എവിടെയാണ് ആദിത്യൻ്റെ സ്ഥലം? ഇടുക്കിയിലാണ്. ഇടുക്കിക്കാരെല്ലാം നല്ല ആൾക്കാരാണ്. എന്നാൽ നമുക്ക് ആക്ടിങ്ങിലേക്ക് റെഡി. അന്ന കൊച്ചമ്മേ, ആലീസ് കൊച്ചമ്മേ, പിടിച്ചു, കൈയോടെ പിടിച്ചു ആ പാവയ്ക്കാത്തോട്ടത്തിലെ. അല്ല, എനിക്ക് പറയാൻ സമയം ഇടയ്ക്ക് നല്ല ശാന്തത കേട്ടോ. നീ ഇവിടെ വേലയ്ക്ക് വന്നതാണോ അതോ വേലയിറക്കം വന്നാണോ? ആ പാവയ്ക്കത്തോട്ടത്തിൽ എനിക്ക് വന്ന് മറ്റേ പന്നി പിടിച്ചാൽ. ആ പന്നിയല്ല, ഒരു ഹറാം പറന്ന പന്നി, പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. നിങ്ങൾ തലയിലും കയ്യിലും വെച്ച് കിടക്കുന്ന ഒരു പുണ്യാളനെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാണ്. കയ്യിലും തലയിലും വെച്ച് ഒരു പുണ്യാളനെ എഴുന്നള്ളിച്ച് രൂപക്കൂട്ടിൽ കയറ്റി വെച്ചിട്ടില്ലേ ആ പീഡന പുണ്യാളനെ കയ്യോടെ പിടിച്ചു. വാക്യത്തിൽ പ്രയോഗിച്ചതാണോ? കയ്യും കളവും കയ്യോടെ പിടിച്ചു. നിങ്ങൾ ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അവര് ആദവും ഹവ്വയും കളിക്കുക. ആനാവെള്ളം തളിച്ച് പെട്ടെന്ന് പുറത്താക്കിയില്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഒരു തൊട്ടിലും കെട്ടി താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങണം എന്ന് പാടിക്കൊണ്ടിരിക്കാം. മനസ്സിലായില്ല കേട്ടോ. ഇല്ല, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല? നിങ്ങളുടെ പുന്നാര സോമനും ആ സോഫി മോളും ആ പാവയ്ക്കാത്തോട്ടത്തില്ലേ പറയുന്നതിന് കൊല്ലം കുറയായി മാത്തൂട്ടി ഈ തോട്ടം നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും നാളായിട്ടും ഒരു പെൺകുട്ടിയെ പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കുമ്പോ അവര് തിരിഞ്ഞു നിൽക്കും. എന്റെ കണ്ണ് കണ്ടോ? ഇനിയും പറഞ്ഞ് വിശ്വാസമായില്ലെങ്കിൽ എന്റെ കണ്ണിലോട്ട് നോക്ക്. ഒരു പാവയ്ക്കത്തോട്ടം കാണുന്നില്ലേ? ഇതാ രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടന്നാടുന്നു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. 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 പാടുന്നു, നീ പാടുപെടും. കൃഷ്ണമൂർത്തിയുടെ പറഞ്ഞു കൊടുത്ത പോലെ ശ്രദ്ധിച്ചു കേട്ടോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. എന്താണ് പേര്? അഭിരാമി. ടങ് ട്വിസ്റ്റർ നന്നായി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു സാധനം തരുന്നു. എവിടെയാണ് നാട്? കണ്ണൂർ. ഇവിടെ ഇപ്പോൾ ഏത് ഇയർ? MBA ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ തുടങ്ങിയാലോ? പാട്ട് പാടുമോ? റെഡി, ആക്ഷൻ. അന്നക്കൊച്ചമ്മ ആലീസ് കൊച്ചമ്മേ, പിടിച്ചു, കയ്യോടെ പിടിച്ചു ആ പാവക്കത്തോട്ടത്തിലെ. എനിക്കൊന്ന് അവിടെ പന്നി പിടിച്ചാൽ. പന്നിയല്ല ഇഷ്ടാ, അല്ല ഇംപ്രൈസ് ചെയ്യണം, അത് നല്ലതാണ്. ഇളക്കല്ലേ. ഒരു ഹറാം പറഞ്ഞ പന്നി, പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. ഓ, അത് ഒന്ന് തെളിച്ചു പറഞ്ഞു. മനസ്സിലായില്ല? ഇല്ലല്ലോ, മനസ്സിലായി. നിങ്ങൾ ആ കയ്യും നീ പൊട്ട കളിച്ച പൊട്ട താഴത്തും തലയിലും വെക്കാണ്ട് ഒരു പുണ്യാളച്ചന്റെ രൂപക്കൂട്ടിൽ വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യോടെ പിടിച്ചു. നിങ്ങൾ രണ്ടാളും ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? വേഗം ആനയും വെള്ളം തളിച്ച ആ പയ്യനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സാധനം അതെവിടെയായിരുന്നു? എന്റെ ഭഗവതി, നിങ്ങൾ ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? വിലക്കപ്പെട്ട പാവയ്ക്ക് എന്തെങ്കിലും പൊട്ടിച്ചാവോ? വേഗം ആ ആനയും വെള്ളം തളിച്ച ആ പയ്യനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ രണ്ടാക്കും കൂടി ഇവിടെ തൊട്ടിലും കെട്ടി താമര കണ്ണനുറങ്ങേണം അങ്ങനെ പാടേണ്ടി വരും. ഇതുവരെ വളരെ ശരിയാ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത്ര പറ്റും മനസ്സിലായിട്ടില്ല. ആ സോഫി കൊച്ചു സോളമനും ഇല്ലേ, ആണോ? അവരെന്നെ. അവരാ പാവക്കത്തോട്ട് പറയാൻ തന്നെ എനിക്ക് നാണാവുന്നു. എന്നാ ഞാൻ പറയണോ? വേണ്ട. ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞാലല്ലേ കേക്കൂ. കൊല്ലം കുറേ ആയാലും ഈ മാത്തൂട്ടി ഇതിലെ കൂടി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയോ? എല്ലാ പെണ്ണും എന്നെ കാണുമ്പോ തിരിഞ്ഞിരിക്കുന്നു. എന്താ എന്റെ ഉദ്ദേശം? ഇത്രയും മനസ്സിലായില്ലെങ്കിൽ എന്നെ കണ്ണിലോട്ട് നോക്കും. രണ്ട് പാവക്കത്തോട്ടം കാണുന്നുണ്ട്, അത്രയും സൂമയല്ലേ? രണ്ട് പാവക്കള് തൂങ്ങി കിടക്കുന്ന കാണുന്നില്ലേ? അത്രേ ഉള്ളൂ. ഈ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല. എന്താണ് പേര്? ഗോപിക.
ഗോപിക പിന്നെ എവിടെയാണ് നാട്? മലപ്പുറം. മലപ്പുറത്ത് എവിടെയാണ്? മഞ്ചേരി. മഞ്ചേരിയിലാണ്. ഓക്കെ. അപ്പം നല്ല മനോഹരമായൊരു പാട്ട് ഗോപികയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്ലീസ്. വസീകര എൻ നെഞ്ചിനിക ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ ഗണം എൻ കണ്ണുറങ്ങാ മുൻ ജന്മങ്ങളിൻ ഏക്കങ്ങൾ തീരും ഞാൻ നേസിപ്പതും ശ്വാസിപ്പതും ഉന്തയവാൽ ഞാനേ ഏങ്കുകിറേൻ തേങ്കുകിറേൻ ഉന്നിനെവാൽ നാനേ நான் அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை மெல்வாய் அது தெரிந்த கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் நேசி வேண்டே நீ வேண்டும் சில சமயம் விளையாட உன்னாடைக்குள்ளே நான் வேண்டும். സൂപ്പർ. അപ്പൊ ഇതൊക്കെ ഉള്ളിലുണ്ടല്ലേ? അപ്പോൾ നമുക്കിനി ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി അല്ലേ? ആക്ഷൻ. അന്ന കൊച്ചമ്മേ, ആലിസ് കൊച്ചമ്മേ, പിടിച്ചു, കയ്യോടെ പിടിച്ചു ആ പാവയ്ക്കാത്തോട്ടത്തിലെ. പാവയ്ക്കാത്തോട്ടത്തിൽ എന്താണ്? നമ്മുടെ പന്നിയെ പിടിച്ചാരിയാണോ? പന്നിയല്ല, ആ. ഒരു ഹറാം പിടിച്ച പന്നി. ആ. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. ഞാൻ മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? താഴ്ത്തും തലയിലും വെക്കാതെ നിങ്ങള് രണ്ടാളും കൂടി എന്താ രൂപക്കൂട്ടിൽ എടുത്തു വെച്ചില്ലേ ഒരു പുണ്യാളനെ? ആ. പീഡന പുണ്യാളൻ. ആ. കയ്യും കളവുമായി കയ്യോടെ പിടിച്ച് നിങ്ങളിങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോടെ? തുന്നിക്കൊണ്ടിരുന്നോ? ദൈവങ്ങളെ പടയപ്പാ കാത്തോളനെ. വല്ല വിലക്കപ്പെട്ട് പാവയ്ക്കും പൊട്ടിച്ചോ ആവോ? നിങ്ങൾ പെട്ടെന്ന് ആനവെള്ളം തെളിച്ച് അരെ പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം ഇങ്ങനെ പാടിയിരിക്കേണ്ടി വരും. സത്യം മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല? മറ്റേ സോമനും പെണ്ണിനെന്താ സോഫി പെണ്ണും പാവയ്ക്കത്തോട്ടത്തിലേ പറയാൻ തന്നെ നാണാ. ശരിയാവില്ല. എന്താളുടെ പേര്? സുമേഷ്. സുമേഷ്, ഇതൊന്നും ശരിയല്ല. ഇത്രയും കാലായിട്ടും ഈ തോട്ടത്തില് ഞാനിങ്ങനെ നിന്നിട്ടേ ഒരു പെണ്ണു പോലെ എന്നെ നോക്കിയിട്ടില്ല. എല്ലാരും നോക്കുമ്പോ തിരിഞ്ഞു ഈ കണ്ണിലോട്ട് നോക്ക്. പാവക്കത്തോട്ടം കാണുന്നില്ലേ? പാവയ്ക്കാത്തോട്ടം. രണ്ട് പാവയ്ക്ക തൂങ്ങിക്കുന്നുണ്ടില്ലേ? എന്തോ ഒരു പോരായിക. എന്താണ് പേര്? അനുപമ. എവിടെ നാട്? ട്രിവാൻഡ്രം. അപ്പൊ റെഡി, നമുക്ക് തുടങ്ങാം. പാട്ട് പാടുവോ? രണ്ടുപേരും പാടുക. അങ്ങനെ ആലോചിച്ചാൽ തന്നെ പാട്ട് പാടുമെന്ന് അതിനർത്ഥം. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അവർ മൊത്തം പാടിപ്പിച്ചു. അടിപൊളിയായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ആക്ഷൻ. അന്ന കൊച്ചമ്മേ, ആലിസ് കൊച്ചമ്മേ, പിടിച്ചു, കൈയോടെ പിടിച്ചു നമ്മുടെ പാവയ്ക്കത്തോട്ടത്തില്. തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചാൽ? ആ പന്നിയല്ല, ഒരു ഹറാം പറഞ്ഞ പന്നി. ഒരു പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. അയ്യോ, ഒന്ന് തെളിച്ചു പറ, മനസ്സിലായില്ല. പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി താഴത്തും തലയിലും വയ്ക്കാതെ ഒരു പുണ്യാളച്ചനെ താഴത്തും തലയിലും വയ്ക്കാതെ ഒരു പുണ്യാളച്ചന്റെ രൂപ കൂട്ടിക്കൊണ്ട് വെച്ചിട്ടില്ലേ? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ആ പീഡന പുണ്യാളനെ കയ്യും കളവോടെ കൈയോടെ പിടിച്ചു. ആഹാ, നിങ്ങൾ രണ്ടുപേരും തുന്നിക്കൊണ്ടിരുന്നോ? ആ പാവയ്ക്കാത്തോട്ടത്തില് അവർ രണ്ടുപേരും കൂടി ആദോ ഹവും കളിച്ചോണ്ടിരിക്കുക. ഉടനെ നിങ്ങൾ ആനവെള്ളം തളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് താമര കണ്ണനുറങ്ങീണം എന്ന് പാടിയിരിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഇതുവരെയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ നിങ്ങളെ പുന്നാര സോമനും ആ സോഫി പെണ്ണും കൂടി ആ പാവയ്ക്കത്തോട്ടത്തിൽ ഞാൻ ഇത് എങ്ങനെ പറയും? കൊല്ലം കുറെ ആയി ഈ മാത്തൂട്ടി ഇവിടെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടുണ്ടോ? എന്നെ കാണുമ്പോഴൊക്കെ തിരിഞ്ഞു നിൽക്കും. വിശ്വാസമാണെങ്കിൽ ഈ കണ്ണിലേക്കൊന്ന് നോക്കിയേ. പാവയ്ക്കത്തോട്ടം കണ്ടോ? രണ്ട് പാവയ്ക്ക് തൂങ്ങി കിടക്കണ കണ്ടോ? ആള് ബുദ്ധിമതിയാണല്ലോ.
എന്താണ് പേര്? സഞ്ജയ് കൃഷ്ണ. സഞ്ജയ് കൃഷ്ണ. സഞ്ജയ് കൃഷ്ണ. എവിടെ? നാട് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരാണ്. ഓക്കെ. അപ്പോൾ ശരി, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി? അന്നെ കൊച്ചമ്മേ, ആലിസ് കൊച്ചമ്മേ, പിടിച്ചു, കൈയോടെ പിടിച്ചു. അങ്ങ് പാവയ്ക്കത്തോട്ടത്തിലേ. ആ പാവയ്ക്കത്തോട്ടത്തിൽ മറ്റേ പന്നി പിടിച്ച കാര്യമാണോ പറയുന്നത്? ആ പന്നിയല്ല, ഇതൊരു ഹറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. ഒന്ന് തെളിച്ച് പറയൂ. ആ താഴത്തും തലയിലും വെക്കാതെ രൂപ കൊട്ടി വെച്ചിരുന്ന ഒരു പുണ്യാളല്ലേ, ഒരു പീഡന പുണ്യാളൻ. അവനെ കയ്യും കളവുമായി പിടിച്ചു. നല്ല സ്പീഡുണ്ട് കേട്ടോ. ചുറുചുറുക്ക് സമ്മതിക്കാതെ വയ്യ. ഇടി വെട്ടുന്നത് പോലെ ചോദ്യങ്ങൾ ഓരോന്നായി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അങ്ങ് പാവയ്ക്കത്തോട്ടത്തിലേ അവരവിടെ ആദ്യം ഹൗവ്യം കളിച്ചോണ്ടിരിക്കുക. ആദ്യം ഹൗവ്യം കളിച്ചോണ്ടിരിക്കുക. അടങ്ങ് ഭൈരവ. വിലക്കപ്പെട്ടവരെ പാവയ്ക്ക പറിച്ചു പോവോ? ഉടനെ അവനെ ആനവെള്ളം തെളിച്ച് പുറത്താക്കില്ലേ നിങ്ങളുടെ താമര കണ്ണനുറങ്ങേണം. അങ്ങനെ പാടിക്കൊണ്ടിരിക്കേണ്ടി വരും. തൊട്ടിൽ കെട്ടിയിട്ട്. തൊട്ടിൽ കെട്ടിയിട്ട് പാടിക്കൊണ്ടിരിക്കട്ടെ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. നിങ്ങളുടെ പുണ്യാളൻ ബോബനാ. ബോബനോ? ബോബൻ പഠിക്കാനല്ല ഇവൻ കോളേജിൽ പോകുന്നത്, തവള പിടിക്കാനാണ് വല്ല പാടത്ത് പോയാ പോലെ. സോമനും സോഫിയല്ലേ അവരവിടെ പാവയ്ക്കത്തോട്ടില്ലേ? അത് പറയാൻ കൊള്ളില്ല. തോട്ടിലല്ല, തോട്ടത്തിൽ. പറയാൻ കൊള്ളില്ല. ഞാൻ കുറെ കാലമായി ഇവിടെ ഇങ്ങനെ നടക്കണോ, എന്നിട്ട് ഇതുവരെ ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല. എന്താ കാര്യം? എന്താ? ഞാൻ നോക്കുമ്പോ ഒരു തിരിഞ്ഞിക്കും. അത് കേട്ട് പാവയ്ക്ക കണ്ടില്ല. പാവയ്ക്ക കണ്ടില്ലായിരുന്നു. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? വിശ്വാസമായില്ലേ ഈ കണ്ണിലോട്ട് നോക്കി? പാവയ്ക്ക് കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നതേ ഇല്ല. പറഞ്ഞോ, അവര് കാണുന്നുണ്ടത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്താണ് പേര്? ഗൗരി. ഗൗരി. ഗൗരിക്ക് ഭയങ്കര ഗൗരവമാണല്ലേ? ഇല്ല. ഓക്കെ. നാട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ്. സ്ക്രിപ്റ്റൊക്കെ പഠിച്ചല്ലേ? അപ്പൊ ഗൗരി നമുക്കായിട്ട് ഒരു 2 വരി പാട്ട് പാടും. ഇന്ന് വരെ പാടാത്ത ഗൗരി നമുക്കായിട്ട് 2 പാട്ട് പാടും. കാക്കേ കാക്കേ കൂടെ എവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാം ഞാൻ. എങ്ങനെ സാധിച്ചു ഇത്? പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു? അല്ല, അത് മനസ്സിലായി. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്, ഉണ്ട തട്ടി ചത്തു. മനസ്സിലായോ? റെഡി, ആക്ഷൻ. എന്നാ കൊച്ചുമ്മേ, ആലിസ് കൊച്ചുമ്മേ, പിടിച്ചു, കയ്യോട് പിടിച്ചു, പാവയ്ക്കത്തോട്ടത്ത് നിന്ന്. പാവയ്ക്കത്തോട്ടത്ത് നിന്ന് പന്നി പിടിച്ച കാര്യമാണോ? അല്ല, ആ പന്നിയല്ല, ഇതൊരു ഹറാം പിടിച്ച പന്നിയാ. പെണ്ണിനെ പിടിക്കണ പന്നി. നിനക്കത് വേണടേ. ഒന്ന് തെളിച്ചു പറയൂ. പറയാം. താഴത്തും തലയിലും വെക്കാണ്ട് ഒരു പുണ്യാളച്ചനെ കൊണ്ടുവന്നില്ലായിരുന്നു? ആ പീഡന പുണ്യാള്. പീഡന പുണ്യാള് കയ്യും കലവും കാണിച്ചിട്ട്. കലവും പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? അവരെ ഞാൻ പിടിച്ചു. പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ? അവരവിടെ ആദമും ഹാമും കളിച്ചു. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ആദമും ഹവയും കളിച്ചോണ്ടിരിക്കുക. ഇത് കുറച്ച് ബാക്കോട്ട് വിലക്കപ്പെട്ട പാവയ്ക്ക് അവർ പറിച്ചാവും. ആനവെള്ളം തെളിച്ച് അവനെപ്പോ പുറത്താക്കണം, അല്ലെങ്കിൽ തൊട്ടിലും കെട്ടി. പാട്ട് എനിക്ക് അറിയത്തില്ല. താമര കണ്ണനുറങ്ങേണം, കണ്ണും അടച്ചുറങ്ങേണം. കണ്ണടച്ച്. ഇതെന്താ പാട്ട്? മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല? ആ സോമനും സോഫി കൊച്ചും കൂടെ ആ പാടത്ത് എനിക്ക് പറയാൻ വയ്യ. അവരവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഞാൻ ഇത്ര കാലമായിട്ട് കൊടുക്കും, എനിക്കൊരു പെണ്ണിന് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കുന്നവരൊക്കെ തിരിഞ്ഞിക്കും. വിശ്വാസമില്ല. ഞാനിങ്ങനെ കണ്ണടിച്ചേക്കണം. നോക്കൂ, എന്നെ കണ്ണു നോക്കൂ. പാവയ്ക്കത്തോട്ടൊക്കെ കണ്ടില്ല? 2 പാവയ്ക്ക തൂങ്ങിക്കിടക്കണ കണ്ടില്ല? സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ. അർച്ചന. ചോദിച്ചില്ലല്ലോ. എന്താണ് വിശേഷം? സുഖം. പേരെന്താണ്? അർച്ചന. ഓക്കെ. എവിടെയാണ്? തൃശ്ശൂർ. റെഡി, ആക്ഷൻ. അതെന്താണ് കാണിച്ചത്? ആ സമയത്ത് അന്നശ്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. അന്നക്കൊച്ചമ്മേ, ആലിസ് കൊച്ചമ്മേ. അയ്യോ, പെണ്ണാണാൻ വന്നാ കൈപ്പോയല്ലേ. അതിനൊക്കെ ഒരു സംഭവം വരട്ടെ. പാമ്പും കൂട്ടിക്കിടന്ന പാമ്പ് വേലായുധൻ ഒടുവിൽ പാമ്പ് കടിച്ചു എത്തു എന്ന് പറഞ്ഞ പോലെ. ആലിസ് കൊച്ചമ്മേ, അന്നക്കൊച്ചമ്മേ, പിടിച്ചു, പാവയ്ക്കത്തോട്ടത്തില്. പന്നി പിടിച്ച കാര്യമാണോ? ആ പന്നിയല്ല, ഒരു ഹറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. താഴത്തും തലയിലും വെക്കാതെ നിങ്ങളൊരു പുണ്യാളച്ചനെ രൂപക്കൂട്ടി കെട്ടി വെച്ചിട്ടില്ലേ? ആ പീഡന പുണ്യാളനെ കൈയും കളവുമായി പിടിച്ചു. അവരാ പാവയ്ക്കത്തോട്ടത്തില് ആദോഹമ്യം കളിച്ചോണ്ടിരിക്കുക. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങളിവിടെ തുന്നിക്കൊണ്ടിരുന്നോ? ആനവെള്ളം തെളിച്ച് അവനെ പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ തൊട്ടിലും കിട്ടി
താമരക്കണ്ണനുറങ്ങേണം എന്ന് പാടിക്കൊണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ സോമനും സോഫി പെണ്ണും ഉണ്ടല്ലോ, ആ തോട്ടത്തില് പറയാൻ കൊള്ളത്തില്ല. കൊല്ലം കുറെ ഈ മാത്തൂട്ടി ഇവിടെ ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു പെണ്ണായില്ല. എന്നെ കാണുമ്പോ പെണ്ണുങ്ങൾ തിരിഞ്ഞു നിൽക്കും. വിശ്വാസായില്ലേ? നോക്കിയേ, തേക്കണ്ടോ പാവയ്ക്കത്തോട്ടം, 2 പാവയ്ക്ക് തൂങ്ങി കിടക്കുന്നുണ്ടോ? കണ്ടു കണ്ടു കണ്ടു. എന്താ പോരെ ഫസ്റ്റ്. എന്താണ് പേര്? സഞ്ജയ്. സഞ്ജയ്. സഞ്ജയ് ആക്ച്വലി ഒരു സിനിമകളിലൊക്കെ ആക്ട് ചെയ്തിട്ടില്ലേ? കുറച്ച് ഒരുപടി സിനിമകളിൽ ആക്ട് ചെയ്ത ആളാണ്. അയാൾക്ക് ആക്ടിങ്ങിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചാൻസുകളൊക്കെ കൊടുക്കണം അല്ലേ? മലയാളത്തിന് പറ്റിയൊരു ഫേസ് ഒക്കെയാണ്. ആ, അപ്പോൾ എവിടെയാണ് പിന്നെ നാടെവിടെയാണ്? പാലക്കാട്. റെഡി, ആക്ഷൻ. ആലീസ് കൊച്ചമ്മേ പിടിച്ചു, കയ്യോടെ പിടിച്ചു. നമ്മൾ ആ പാവയ്ക്കാത്തോട്ടത്തിലേ മറ്റേ പന്നി പിടിച്ചാരിയാണോ? ആ പന്നിയല്ല, ഇതൊരു ഹറാൻ പറഞ്ഞ പന്നിയേ. അതൊന്ന് തെളിച്ചു പറയൂ. മിണ്ടാതിരിക്കണ അവിടെ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. തലയിലും വെക്കാൻ നിങ്ങൾ കൊണ്ടു നടന്നില്ലേ ഒരു പുണ്യാളച്ചനെ? ആ പുണ്യാളച്ചനെ കയ്യോടെ പിടിച്ചു. നിങ്ങളിവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അവിടെ അവര് ആദാമും ഹവ്വയും കളിച്ചോണ്ടിരിക്കുക. ആദാമും ഹവ്വയും അല്ലേ? ആദാമും ഹവ്വയും കളിച്ചോണ്ടിരിക്കുക. ആദം അവയും കളിച്ചോണ്ടിരിക്കുക. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ആ വിലക്കപ്പെട്ട പാവ അവൻ കൊണ്ടുപോയാ പാവയ്ക്ക. ആ വിലക്കപ്പെട്ട പാവയ്ക്ക അവൻ കൊണ്ടുപോയാവോ? നിമിടുക്കനാണ്, മണ്ടനല്ല. വേഗം ആനവെള്ളം തെളിച്ച് അവനെ പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങളിവിടെ തൊട്ടിലും കെട്ടി ആട്ടിക്കൊണ്ടിരുന്ന താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം എന്ന് പാടിക്കൊണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഇനി മനസ്സിലായില്ല? അവിടെ ആ സോമനും സോഫിയും കൂടെ ഞാൻ അതെങ്ങനെ പറയുക? ഞാൻ എത്ര കൊല്ലങ്ങളായി ഇവിടെ പാവയ്ക്കാത്തോട്ടത്തിൽ പണി ചെയ്തോണ്ടിരിക്കുന്നു. ഇതുവരെ ആരെങ്കിലും എന്നെ നോക്കിയോ? എന്താ കാരണം? ഇല്ല. ഞാൻ നോക്കുമ്പോ അവര് തിരിഞ്ഞു നിൽക്കും. ഇത്ര കാലം നമ്മുടെ ജോലി ചെയ്യാ. ഫുള്ള് എന്റെ കണ്ണിൽ പാവയ്ക്ക മാത്രാ. അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. ഇവിടുത്തെ പാവയ്ക്കെല്ലാം പൊട്ടിച്ച് കണ്ണിനകത്തിടലാണോ അപ്പൊ ജോലി? വിശ്വാസമായില്ലെങ്കിൽ എന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിയേ, ഫുള്ള് നോക്കിയേ. നോട്ടെ. കണ്ടോ? കണ്ടു. നന്നായിട്ടില്ലേ? എന്തോ കാണുന്നു? പാവയ്ക്കാത്തോട്ടം. 2 പാവയ്ക്കല്ലേ കാണുന്നത്? തോട്ടം കാണുന്നുണ്ടോ? ഒരു കയ്യടി കൊടുക്കും അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാവരും ലിറ്ററലി എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അവരവരുടെ രീതിയിൽ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് പല ഡയലോഗ്സൊക്കെ വന്നു. പുതിയ പല വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റി. ഭയങ്കര രസകരമായിരുന്നു. പിന്നെ നമ്മൾ പല കോളേജുകളിലും ടങ് ട്വിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രൈസ് വിളിക്കുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിൽ എന്നുള്ളത് കൊണ്ടല്ല, ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ പ്രൈസുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അനുപമ. യെസ്, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്, ബാത്റൂം ഫിറ്റിങ്സിൻ്റെ ഒരു കമ്പനിയാണ് LGO. അവർ നൽകുന്ന ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഇനി ഇവിടെ രസകരമായി സ്ക്രിപ്റ്റ് അവതരിപ്പിച്ച് നമ്മളെ നന്നായി ചിരിപ്പിച്ച ഒരാളാണ് വിഷ്വിനി. വിഷ്വിൻ അല്ലേ? വിചിത്രമായിരിക്കുന്നു പേരൊക്കെ, രസമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു വ്ളോഗിങ് ചാനലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. പിന്നെ കേരള നേച്ചേഴ്സിൻ്റെ പ്രീമിയം ബനാന ചിപ്സായ ബി നാനയുടെ ഒരു ഗിഫ്റ്റ്. ഗംഭീര ഹെയറാണ് കേട്ടോ. പണ്ട് മൈക്കിൾ ജാക്സൺ കണക്ക് രണ്ടുണ്ടെങ്കിൽ ഇതുവരെ കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഒരു എന്താണ് ഇവിടെ നല്ലവണ്ണം സ്ക്രിപ്റ്റ് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ സ്ക്രിപ്റ്റ് മനോഹരമായി പറഞ്ഞ ഒരാളാണ് ആദിത്യൻ. വാ ആദിത്യ, ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ വക ഒരു കിരീടമാണ്. ഇരിക്കട്ടെ. മുടിയൊക്കെ കട്ട് ചെയ്തായിരിക്കുകയാണ് അല്ലേ? ആ ഓക്കെ, ഗുഡ്. അടുത്ത ഞാൻ വിളിക്കുന്നു അഭിരാമി.
അഭിരാമി ഈ പറഞ്ഞതുപോലെ നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഈ ടങ് ട്വിസ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഇനി വേണമെങ്കിൽ ഒരു 10 കൊടുത്താൽ പറയും. ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ഇദ്ദേഹം മൈക്കിൾ ജാക്സൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ 2 മൈക്കിൾ ജാക്സനാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. KBSലെ കുട്ടികൾ നല്ല ഒന്നാന്തരമാണ്, അവർ ബ്രില്യൻ്റാണ്, സുന്ദരന്മാരും സുന്ദരികളുമാണ്. അതിലുപരി സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, മിടുക്കരാണ്. അപ്പോൾ ഇവിടെ വിട്ട് അങ്ങനെ പോകുന്നില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിലുള്ള ബാച്ച് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.